അജു വർഗീസിന്റെ ഒരു ത്രില്ലർ സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത പോലും ഞാൻ പേഴ്സണലി അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ GK അപ്ഡേറ്റ് ആവാത്തതിന്റെ കുഴപ്പമാണ്. ഐ ഡോണ്ട് റിയലി നോ. അജു വർഗീസ് അതേപോലെ ജാഫർ ഇടുക്കി സ്റ്റാർ വാമോസ് അർജന്റീന അല്ല ആമോസ് അലക്സാണ്ടർ സണക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. കിഡു കിഡു പറഞ്ഞ വൻ കിഡു ത്രില്ലർ. സാധാരണക്കാർക്ക് ഉള്ളതല്ല. ഈ ഉറക്കമില്ലാത്ത ആൾക്കാരില്ലേ, എന്നെ പോലെയുള്ള ആൾക്കാർ. ഞാനൊക്കെ ഉറങ്ങാൻ 3 മണിയൊക്കെ ആവും. സോ ഈ സിനിമ ഞാൻ കണ്ടു 10 മണിക്ക് ഞാൻ കിടന്നുറങ്ങി. സോ അങ്ങനെയുള്ളവർക്കുള്ള പീക്ക് 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 പടമാണ്. സോ ഇതിന്റെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആദ്യം തന്നെ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സോ നമ്മുടെ അജു വർഗീസും ആളുടെ ഒരു കാമുകയോ ഭാര്യയായിട്ട് ഒരു കൊച്ചുണ്ട് ഇതിലെ നായിക. നടു സെന്റർ സീരീസ് കണ്ടവർക്കറിയാം, അതിലൊരു ഫ്രഞ്ച് ടീച്ചർ ഉണ്ട്. കിഡു ലുക്കാണ്. ആളാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക, അതാണ് പരിപാടി. ഒരാള് ക്യാമറാമാൻ, ഒരാള് റിപ്പോർട്ടർ. രാജാ പാട്ട് സെറ്റപ്പാണെന്ന് ആദ്യത്തെ ഒരു 25 മിനിറ്റ് തന്നെ മനസ്സിലാവും. ഈ കൊച്ചനെ എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നാൽ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യും. ഈ കൊച്ചനെ വന്ന് ന്യൂസും വായിക്കും. DTV എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ പടത്തിലെ പീക്ക് 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 കോമാളി വൺ ആൻഡ് ഓൺലി ജാഫർ ഇടുക്കി. റേപ്പിസ്റ്റ് ആണ്. 10-30 പേരെ റേപ്പ് ചെയ്ത് കൊന്ന റേപ്പിസ്റ്റ് ആണ്. ആ റേപ്പിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോണ ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക അവരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ ഒരു കറന്റ് സെനാരിയോക്ക് പറ്റിയ പടമാണ്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെയാണ്, പെണ്ണ് പിടിച്ചവൻ, അല്ല മറ്റേ കഞ്ചാവ് വലിച്ചവൻ, അതേപോലെ ഡ്രഗ്സ് കടത്തിയവൻ, കോമാളികൾ, അലവലാദികൾ, അങ്ങനെയുള്ളവരെയൊക്കെയാണല്ലോ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത്. അവർക്കൊക്കെ പറ്റിയ പടമാണ്.